നമസ്കാരം. ദി ന്യൂസ് ഐയിലേക്ക് സ്വാഗതം. SIR വഴി കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് മനസ്സിലാകാത്ത നിഷ്കളങ്കർക്കായി ചില വസ്തുതകൾ വെളിപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കേരളത്തിൽ പരസ്പര വാഗ്വാദങ്ങളും തീവ്രവാദി വിളിയും കൊടുമ്പിരിക്കൊള്ളുമ്പോൾ അണിയറയിൽ എന്താണ് നടക്കുന്നതെന്ന് ആരെങ്കിലും അറിയുന്നുണ്ടോ? ബീഹാറിലും മഹാരാഷ്ട്രയിലും ഹരിയാനയിലുമൊക്കെ നടന്ന നീചമായ വോട്ട് ചോരിയാണ് കേരളത്തിലും സംഭവിക്കാൻ പോകുന്നത്. ചില കണക്കുകൾ പറയാം. SIR പൂർത്തീകരിച്ചപ്പോൾ കേരളത്തിൽ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായത് 8,97,211 പേരാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ പേർ പുറത്തായത് തിരുവനന്തപുരം ജില്ലയിൽ നിന്നും തൃശൂർ ജില്ലയിൽ നിന്നുമാണ്. തിരുവനന്തപുരത്ത് മാത്രം 1.5 ലക്ഷം പേർ പുറത്തായി. എന്താണ് ഈ രണ്ട് ജില്ലകളുടെയും പ്രത്യേകത? 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP ഒന്നാം സ്ഥാനത്ത് വന്ന 5 മണ്ഡലങ്ങൾ തിരുവനന്തപുരം ജില്ലയിലും 6 മണ്ഡലങ്ങൾ തൃശൂർ ജില്ലയിലുമാണ്. ചില മണ്ഡലങ്ങളിൽ നിന്ന് വെട്ടിപ്പോയ കണക്കുകൾ പറയാം. തിരുവനന്തപുരം സെൻട്രൽ 47,447, വട്ടിയൂർക്കാവ് 42,580, നേമം 38,063, കഴക്കൂട്ടം 32,863, തൃശൂർ 29,452, ഒല്ലൂർ 27,423, നാട്ടിക 16,593, ഇരിങ്ങാലക്കുട 13,984, പുതുക്കാട് 14,066. കേരളത്തിലെ മറ്റു ജില്ലകളിൽ ഉണ്ടാകാത്ത അസ്വാഭാവിക പുറത്താക്കൽ ഈ 2 ജില്ലകളിലും ഉണ്ടാകാൻ കാരണം അനധികൃത വോട്ട് ചേർക്കൽ ആണെന്ന് മൂക്ക് കീഴ്പോട്ടുള്ള എല്ലാവർക്കും മനസ്സിലാകും. സുരേഷ് ഗോപിയും ഗോപാലകൃഷ്ണനുമൊക്കെ ഇക്കാര്യം നേരത്തെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇനി നടക്കാൻ പോകുന്നത് ബീഹാർ മോഡൽ വോട്ട് തട്ടിപ്പാണ്. ഫെബ്രുവരിയിൽ ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ച അന്തിമ വോട്ടർ പട്ടിക പ്രകാരം കേരളത്തിലെ വോട്ടർമാരുടെ എണ്ണം 2,69,53,644 ആണ്. ബീഹാർ മോഡൽ പ്രകാരം ഈ അന്തിമ വോട്ടർ പട്ടിക അന്തിമമല്ല. മാർച്ച് 23 വരെ വീണ്ടും വോട്ട് ചേർക്കാൻ അവസരം നൽകിയിട്ടുണ്ട്. ആരൊക്കെയാണ് മാർച്ച് 23 വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷിച്ചത്? എത്ര പേർ വോട്ട് ചേർത്തു എന്നൊന്നും ആർക്കും അറിയില്ല. ആ കണക്ക് ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ടിട്ടില്ല. രാഷ്ട്രീയ പാർട്ടികൾക്ക് ആ കണക്ക് അറിയില്ല. അവർ ബൂത്തിൽ വരും, ഇലക്ഷൻ കമ്മീഷന്റെ ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ വോട്ട് ചെയ്യും. പരാതികൾ സ്വീകരിക്കപ്പെടില്ല. ബീഹാറിൽ 15,000 പരാതികൾ ഉണ്ടായിരുന്നു, പരിഗണിക്കപ്പെട്ടില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് തിരുവനന്തപുരത്ത് നിന്നും ആം ആദ്മിയുടെ സ്ഥാനാർത്ഥി പറഞ്ഞത് ഓർമ്മയുണ്ടോ? പല വീടുകളിലും ലിസ്റ്റിൽ 6-7 വോട്ടർമാരുണ്ടാകും. 4 പേരെ വീട്ടിലുണ്ടാകൂ. മറ്റുള്ളവർ എവിടെയെന്ന് അന്വേഷിക്കുമ്പോൾ അറിയില്ല. ഈ വീട്ടിൽ ഈ പേരിൽ ആളില്ല എന്ന് പറയും. തിരുവനന്തപുരത്ത് BJP കോർപ്പറേഷൻ പിടിച്ചത് എങ്ങനെയാണ് എന്ന് എല്ലാവർക്കും അറിയാം. വാർഡ് വിഭജനമായിരുന്നു തുറുപ്പുചീട്ട്. BJPക്ക് സ്വാധീനമുള്ള മേഖലകളിൽ 4,000 പേർക്ക് ഒരു വാർഡ്. BJP ജയിക്കില്ല എന്നുറപ്പുള്ള മേഖലകളിൽ 18,000 പേർക്ക് ഒരു വാർഡ്. ഒരു വിധത്തിൽ ന്യായീകരിക്കാൻ കഴിയാത്ത ഈ വിഭജനത്തിന് സൗകര്യം ചെയ്തു കൊടുത്തത് CPM ആണ്. ആ വിഷയം ചർച്ചയാക്കാതെ കോൺഗ്രസും സഹകരിച്ചു. നിങ്ങൾ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് നോക്കൂ. BJPക്ക് സ്വാധീനമുള്ള പല മണ്ഡലങ്ങളിലും 2020 BDJS തുടങ്ങിയ പാർട്ടികൾക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട്. അവിടം നിശബ്ദമാണ്. BJPക്കാർ തെരുവിലില്ല. പകരം തൊട്ടടുത്ത് BJP മത്സരിക്കുന്ന മണ്ഡലത്തിലാണ് അവർ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. കാശ്മീരിൽ നിന്ന് വോട്ട് കൊണ്ട് വന്നിട്ടാണെങ്കിലും ഞങ്ങൾ ജയിക്കും എന്നാണ് BJP നേതാവ് ഗോപാലകൃഷ്ണൻ പറഞ്ഞു വെച്ചിട്ടുള്ളത്. കാശ്മീർ വരെ പോകാതെ തൊട്ടടുത്ത മണ്ഡലത്തിൽ നിന്ന് വോട്ട് കൊണ്ടുവന്ന് BJP ജയിക്കും. അതിനുള്ള പണി അവർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അറിയാത്തവരാണ് UDF LDF മുന്നണികളിലെ നേതാക്കൾ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എന്തുകൊണ്ടാണ് വോട്ട് ചോരിക്കെതിരെ നിരന്തരം സംസാരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ പാർട്ടി കേരളത്തിൽ ജാഗ്രത പാലിക്കാത്തത്? ബംഗാൾ മുഖ്യമന്ത്രി ജനങ്ങൾക്കൊപ്പം തെരുവിലിറങ്ങി SIRന്റെ മറവിൽ നടക്കുന്ന വോട്ട് തട്ടിപ്പിനെതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുമ്പോൾ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ടില്ലെന്ന് നടിക്കുന്നത് എന്തുകൊണ്ടാണ്? മറുപടി LDF UDF മുന്നണികൾ പറയട്ടെ.
വോട്ട് തട്ടിപ്പ് കേരളത്തിൽ നടന്നിട്ടുണ്ട് എന്ന് മേൽപ്പറഞ്ഞ കണക്കുകൾ സാക്ഷ്യം പറയുന്നുണ്ട്. ഇനി നടക്കാതിരിക്കാൻ ഇരു മുന്നണികളും എന്ത് നടപടിയാണ് സ്വീകരിച്ചത്? അകത്ത് നടക്കുന്നത് പുറത്ത് അറിയാതിരിക്കാൻ വർഗീയ ചെണ്ട കൊട്ടി ശബ്ദമുണ്ടാക്കുന്ന പണിയല്ലേ മതേതര പുങ്കവന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇക്കാര്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞു വേണം വരുന്ന തെരഞ്ഞെടുപ്പിന് നിങ്ങൾ ഓരോരുത്തരും പോളിംഗ് ബൂത്തിൽ എത്താൻ.